നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും നമസ്കാരം, സ്വാഗതം. കഴിഞ്ഞ ഭാഗം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ വലിയ കുഴപ്പമില്ല എന്ന അഭിപ്രായമാണ് വീണ്ടും രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് കടക്കാൻ ധൈര്യം നൽകിയത്. ഇന്നത്തെ ഭാഗത്തിൽ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ച പോലെ മഹാഭാരതത്തിലെ ഓരോ കഥാ സന്ദർഭങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന സന്ദേശങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡിലും കടക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വിവിധ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന എന്താണ്? നമുക്കതിൽ വിജയിക്കണം. പക്ഷേ ആ വിജയം വളരെ എളുപ്പത്തിലൊന്നും നമുക്ക് ലഭിക്കാറില്ല. ഒട്ടേറെ പരാജയങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ വിജയത്തിലേക്ക് നാം കടന്നു വരാറ്. വിജയത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കെന്ത് തോന്നും? നമുക്ക് വളരെ സന്തോഷം തോന്നും, നമുക്കൊരു ആത്മസംതൃപ്തി തോന്നും. അതോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പ്രതിഭാസമാണ് അഹങ്കാരം. ഓരോ വിജയങ്ങൾ നേടുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നാം അറിയാതെ ഓടിയെത്തുന്ന ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് നമ്മൾ ജനിക്കുന്ന അഹങ്കാരം. നമ്മുടെ നേട്ടം, നമ്മുടെ കഴിവ്, നമ്മുടെ മേന്മ, ഇതൊക്കെയാണ് നമ്മുടെ വിജയത്തിന് കാരണമെന്ന അഹങ്കാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ അഹങ്കാരം കടന്നു വരുമ്പോൾ അതിന് മറുപടിയായി ഒട്ടേറെ അനുഭവങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരാറുണ്ട്. അങ്ങനെയുള്ള ഒട്ടേറെ കഥാസന്ദർഭങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ് മഹാഭാരതത്തിൻ്റെ ഓരോ കഥകളും. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഭാഗത്ത് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. വില്ലാളി വീരനായ അർജുനൻ, നമുക്കറിയാം, അർജുനിലേക്ക് കടന്നു വന്ന അഹങ്കാരം ഭഗവാൻ ഇല്ലാതാക്കുന്ന ഒന്ന് രണ്ട് രംഗങ്ങൾ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നാണ് മഹാഭാരതം. അർജുനൻ തമ്മിലുള്ള സംസാരം, അതാണ് ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥത്തിലേക്ക് മാറിയത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് ഗ്രന്ഥങ്ങളിലൊന്നായി ഭഗവത്ഗീത മാറിയിട്ടുണ്ട്. ആ ഭഗവത്ഗീത ജനിക്കുവാൻ സാഹചര്യമൊരുക്കിയത് ഒരു അഹങ്കാരം കൊണ്ടാണ്. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചു. കൗരവ പാണ്ഡവ സേനകളൊക്കെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അണിനിരന്നു. ദുര്യോധൻ്റെ കൗരവസേന, ഭീഷ്മ പിതാമഹൻ നയിക്കുന്ന കൗരവസേന 11 അശ്വമണികളെ കൊണ്ടും, പാണ്ഡവസേന ദൃഷ്ടദ്യുമ്നൻ നേതൃത്വം കൊടുക്കുന്ന സേന 7 അശ്വമണി പടകളെ കൊണ്ടും നിരന്നിരിക്കുകയാണ്. ഈ യുദ്ധസ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ യുദ്ധഭൂമിയിലേക്ക് വെള്ളക്കുതിരകളെ പൂട്ടിയ ഹനുമാൻ കൊടിയടയാളമായ ഭഗവാൻ തെളിയിക്കുന്ന തേരിൽ യാത്ര ചെയ്യുന്ന അർജുനൻ്റെ മനസ്സിൽ ഈ യുദ്ധം എനിക്ക് ജയിക്കാൻ സാധിക്കും, ഞാനിവിടെ കൂടിയിരിക്കുന്ന കൗരവരെ എല്ലാവരെയും വധിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ യുദ്ധഭൂമിയിലേക്ക് അർജുനൻ കടന്നു വരുമ്പോൾ ഭഗവാനോട് അർജുനൻ പറയുകയാണ്, എന്നിൽ നിന്ന് മരണം ആഗ്രഹിച്ചുകൊണ്ട് വന്നിട്ടുള്ള കൗരവ പടയാളികളെ, കൗരവ സേനയെ കാണുവാൻ സേനയുടെ മധ്യത്തിൽ തന്നെ രഥം നിർത്തുക ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞു. കൂടെ സ്മിതം വന്നു. കാരണം അത് കൃഷ്ണനറിയാം, അർജുനൻ്റെ അഹങ്കാരമാണ് ഇത് പറയിപ്പിക്കുന്നത്. ആ യുദ്ധഭൂമിയുടെ സേനയുടെ മധ്യത്തിൽ ഭഗവാൻ തേർ കൊണ്ടു നിർത്തുകയാണ്. അവിടെ അർജുനൻ കാണുന്ന കാഴ്ച, ഭീഷ്മ പിതാമഹൻ, ദ്രോണരും കൃപാചാര്യരും അടക്കമുള്ള ആചാര്യന്മാർ, ബന്ധുജനങ്ങൾ എല്ലാവരും യുദ്ധം ചെയ്യാനിരിക്കുകയാണ്. ഇവരെ കണ്ട അർജുനൻ്റെ മനസ്സിലേക്ക് ഒരു വിഷാദം വന്നു. അർജുനൻ ശോകാകുലനായി. അർജുനൻ തളർന്നു. ഗാണ്ഡീവം വലിച്ചെറിഞ്ഞ് തേർത്തട്ടിൽ ഇരിക്കുന്ന അർജുനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അർജുനൻ്റെ അഹങ്കാരത്തിലൂടെ അർജുന വിഷാദയോഗമായി ഭഗവത്ഗീത ജനിക്കുകയാണ്. അർജുനൻ്റെ അഹങ്കാരമാണ്, എന്നെ കഴിഞ്ഞുള്ള പോരാളികളില്ല, യുദ്ധത്തിൽ എനിക്ക് ജയിക്കാൻ സാധിക്കും, എനിക്കത്രയും കഴിവുകളുണ്ട് എന്ന അഹങ്കാരത്തിലൂടെ അർജുനനിൽ വന്ന അഹങ്കാരമാണ് ഈ അർജുന വിഷാദയോഗമായി ഭഗവത്ഗീത മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, വളരെ രസകരമായ മറ്റൊരു കഥയുണ്ട് മഹാഭാരത കഥയിൽ. എല്ലാ ദിവസവും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം കഴിഞ്ഞ് അർജുനനും ഭഗവാനും തേരിൽ വരും. ഭഗവാൻ തെളിക്കുന്ന തേരിൽ വരും. സാധാരണ
എല്ലാ യുദ്ധ ദിവസങ്ങളിലും യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴും കൃഷ്ണൻ ആദ്യം ഇറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങാറ്. മനസ്സിൽ നിറഞ്ഞ അഹങ്കാരത്തോടു കൂടിയാണ് അർജുനൻ കടന്നു വരുന്നത്. കാരണം എന്താ, ഞാൻ പോരാളികളെയൊക്കെ വധിച്ചു കഴിഞ്ഞു. പോരാളികൾ ഓരോ ദിവസം വധിച്ചതിൻ്റെ അഹങ്കാരത്തോടു കൂടി വരുന്ന അർജുനൻ അവസാനമാണ് തേരിൽ നിന്ന് ഇറങ്ങാറ്. നമുക്കെന്നറിയാം, മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വാഹനമൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഡ്രൈവർ ഇറങ്ങി ആദ്യം ഡോർ തുറന്ന് പിന്നീട് മന്ത്രി ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണാറ്. അതുപോലെ ഭഗവാൻ ഇറങ്ങും. ഭഗവാൻ ഇറങ്ങിയതിന് ശേഷമാണ് അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങാറ്. അങ്ങനെ യുദ്ധം സമാപിച്ച ദിവസം വന്നപ്പോൾ പതിവ് പോലെ അവരുടെ പാണ്ഡവരുടെ കുടീരത്തിലെത്തി. ഭഗവാൻ പറഞ്ഞു, അർജുന നീ ആദ്യം ഇറങ്ങുക. യുദ്ധത്തിൽ വിജയിച്ച് യുദ്ധത്തിൽ കർണനടക്കമുള്ള ഭീഷ്മരടക്കമുള്ള പോരാളികളെ വധിച്ച് വന്നിട്ടുള്ള എന്നോട് ഇറങ്ങാൻ ഭഗവാൻ പറയുകയാണ്. അർജുനൻ്റെ മനസ്സിൽ അഹങ്കാരമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഭഗവാനല്ലേ പറഞ്ഞത്, കൃഷ്ണനല്ലേ പറഞ്ഞത് ഞാൻ ഇറങ്ങാം. കൃഷ്ണൻ ഇറങ്ങിയ പാടെ തേർ കത്തി നശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ട് പരിഭ്രാന്തനായ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു, മാരകമായ ആയുധങ്ങളേറ്റ തേർ എന്നേ മരിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ തേരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ തേർ നശിക്കാതിരുന്നത്. ഇന്ന് നീയാണ് അവസാനം ഇറങ്ങുന്നതെങ്കിൽ ഞാൻ ഇറങ്ങി ഉടൻ തന്നെ തേർ കത്തി നശിച്ചേനെ, നീ ഇല്ലാതായേനെ. അഹങ്കാരം കൊണ്ട് നിറഞ്ഞ അർജുനൻ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്ന മനോഹരമായ രംഗം മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളെ ഭഗവാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ മഹാഭാരതം പഠിപ്പിക്കുന്നത്, അഹങ്കാരം ഒരുവനെ വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്യുന്നത്. നാം നേടിയെടുക്കുന്ന ഓരോ വിജയത്തോടൊപ്പം ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി നിൽക്കുന്ന ഈശ്വരനെന്നോ ശക്തിയെന്നോ മറ്റെന്ത് പേരിൽ വേണമെങ്കിൽ വിശേഷിപ്പിച്ചോളൂ, ആ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്കിവിടെ ലഭിക്കുന്ന വിജയ പരാജയങ്ങളെല്ലാം ആ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അവിടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാകും, പിതൃക്കളുടെ അനുഗ്രഹമുണ്ട്, ജന്മം നൽകിയ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഒക്കെയാണ് നാം ആ വിജയം നേടുന്നത്. അതോടൊപ്പം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്കൊപ്പം പ്രവർത്തിക്കുന്ന, നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂടി അനുഗ്രഹവും അവരുടെ ആത്മാർത്ഥതയും ഉള്ളതുകൊണ്ടാണ് ഓരോ വിജയവും നമുക്ക് നേടിത്തരുന്നത്. ഈ ചിന്തയാണ് പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. വിനയത്തോടു കൂടി ഓരോ വിജയത്തെയും സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അത് പഠിപ്പിച്ച് തരികയാണ് അർജുനനിലൂടെ ഭഗവാൻ കൃഷ്ണൻ മഹാഭാരതത്തിൽ. തീർച്ചയായും വിജയങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കുകയല്ല വേണ്ടത്. ഓരോ വിജയവും വിനയാനിതനാക്കി നമുക്ക് വിജയമർപ്പിച്ച ശക്തിയോട്, നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോട്, ഗുരു പരമ്പരകളോട് അവരുടെ മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് വേണം ഓരോ വിജയവും നമ്മൾ ആസ്വദിക്കുവാൻ, നമ്മൾ ആഘോഷിക്കാൻ. തീർച്ചയായും നമുക്കതിന് സാധിക്കട്ടെ. അടുത്ത രസകരമായ മറ്റൊരു ഭാഗവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.